ലഹരി ഉപയോഗിക്കുന്നതാകുന്ന കുട്ടികളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സ്വഭാവ വ്യതിചലനം, അവർ വളരെ ദേഷ്യപ്രകൃതമുള്ളവരായിരിക്കും. പാപ്പയോടും ഉമ്മയോടുമൊക്കെ വളരെ കടുത്ത ദേഷ്യം, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വളരെ ദേഷ്യപ്പെടുന്ന പ്രകൃതം. മാത്രമല്ല വാപ്പയും ഉമ്മയും വരെ ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന പ്രകൃതം. ഇത് ലഹരി ഉപയോഗിക്കുന്നവരിൽ ഉണ്ടാകുമെന്ന് 1400 കൊല്ലം മുമ്പ് തന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതാണ്. അതിന്ന് നമ്മുടെ മക്കളിൽ നല്ലതുപോലെ കണ്ടുവരുന്നു. വിദ്യ നുകരാൻ വേണ്ടി പറന്നുവിട്ട മക്കളുടെ തന്നെ സ്വഭാവങ്ങൾക്ക് വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കാരണം അവന് കൂട്ടുകാരൻ കൊടുത്തതാകുന്ന സിഗരറ്റിന്റെ ബഫിന്റെ വലി വല്ലാതെ കൂടി വരുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ ദൂഷ്യമുണ്ടാവുകയാണ്. ഒരു രസാനുഭൂതിക്ക് വേണ്ടി ഒരു ദിവസം തുടങ്ങി വെച്ചതാണ് ഈ പ്രവണത. പിന്നെ അത് നിർത്താൻ സാധിക്കുന്നില്ല. ഒരൽപ്പം കള്ളു കുടിച്ചത് കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്. ഛർദിച്ചു, വിഷമമുണ്ടായി, പിന്നീട് ആഴ്ചയിൽ ഒരു ദിവസമായി, പിന്നീട് അത് ദിനേനയായി, പിന്നീട് അവന് ജീവിതത്തിൽ ഒഴിക്കാൻ പറ്റാത്ത കൂടപ്പിറപ്പായി. പലർക്കും ഇത്തരത്തിലുള്ള ലഹരിയുടെ ഉപയോഗം എത്തിപ്പെട്ടു. ഇത് വസ്തുതയാണ്. നമ്മുടെ ജില്ലകളിൽ തന്നെ എത്രയോ ആളുകൾ ഈ പ്രയാസത്തിന് അഡിക്റ്റായി നിലകൊള്ളുന്ന എത്ര കുടുംബങ്ങളുണ്ട്, എത്ര രക്ഷിതാക്കളാണ് വേദനയോടുകൂടി ഉസ്താദേ ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിലുള്ള, നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്ന എത്രയോ ഉന്നതമാകുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾ, നല്ല സ്റ്റാറ്റസിൽ ജീവിക്കുന്നതാകുന്ന വക്താക്കൾ പോലും സ്വന്തം മക്കളുടെ വിഷയം വരുമ്പോൾ കരഞ്ഞുകൊണ്ട് ഉലമാക്കളെ സമീപിച്ച് എൻ്റെ മകൻ ഡ്രഗ്സിന് അടിമപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ മകൻ മാരകമാകുന്ന ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുകയാണ്, ഉസ്താദ് സൂചിപ്പിച്ചതാകുന്ന MDMA എൻ്റെ മകൻ സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നെ അനുസരിക്കുന്നില്ല, എന്നെ തൃണവൽഗണിക്കുകയാണ്, വീട്ടിൽ എന്നെ പിടിച്ച് അടിക്കുകയും തൊഴിക്കുകയും ശകാരിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഉമ്മമാർ ധാരാളം പരാതികൾ, എത്രയോ പരാതികളാണ് ഈ വിനീതനടക്കം ഉസ്താദുമാരോട് ഈ നാട്ടിലുള്ള ഉമ്മമാർ സഹോദരന്മാർ പങ്കുവച്ചിട്ടുള്ളത്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ വലിയ വിപത്താണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖമറാ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, സ്വഹാബ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരെ, കള്ളു കുടിക്കരുതേ, ലഹരി നുണയരുതേ, സ്വബോധത്തെ മറക്കുന്ന ഏത് വസ്തുവും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, കുല്ലു ഹംറിൻ മുസ്കിറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ സ്വബോധത്തെ മറക്കുന്നതും അത് മുസ്കിറാണ്, മുസ്കിറാണ്, മുസ്കിറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരിയും നിഷിദ്ധമാണ്, നിഷിദ്ധമാണ്. എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ സഹോദരിമാരാണ് അത്തരത്തിലുള്ളതാകുന്ന അപജയങ്ങളിലേക്ക് പെട്ടുപോയിട്ടുള്ളത്. മക്കളെ പഠിക്കാൻ വിടുന്ന വിദ്യാർത്ഥികളില്ലേ, ഹോസ്റ്റലുകളിലേക്കും ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും ഒക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുന്നവരെ, മക്കൾ മോശമാകുന്ന പ്രവണതയിൽ പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ക്യാമ്പസിൽ പഠിക്കുന്ന മക്കൾ, ഹോസ്റ്റൽ സൗകര്യമുള്ള മക്കൾ, തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും ഒന്നിച്ച് ദിനേന മദ്യപിക്കുന്നതായ ആളുകളായി മാറിയില്ലയോ, മാറിയില്ലയോ? കൂട്ടുകാരികളുമായി ഷെയർ ചെയ്തിട്ട് കള്ളു കുടിക്കുന്നതാകുന്ന മുസ്ലിം അംഗമാരെ, സഹോദരിമാരെ പോലും ക്യാമ്പസുകൾ നമ്മൾ കണ്ടില്ലയോ? പരസ്യമായി ഇൻസ്റ്റഗ്രാമിലും പരസ്യമായി ഫേസ്ബുക്കിലും അത്തരത്തിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ പോലും ഷെയർ ചെയ്താൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത മുസ്ലിം സഹോദരിമാരായി ആധുനിക നവതലമുറയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അറിയില്ലയോ? അവിടെയല്ലേ BTICയുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ കുറിച്ച് അഭിമാനം നമുക്ക് കൊള്ളാനുള്ളത്. അൽഹംദുലില്ലാഹ്. പഠിപ്പിക്കുന്ന പ്രിൻസിപ്പൽ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി, ഉസ്താദേ 5 ലക്ഷത്തോളം സലാത്തുകൾ പോലും ചെല്ലി തീർത്തതാകുന്ന സഹോദരിമാർ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്.
പരിശുദ്ധമായ റബീഉൽ അവൽ മാസത്തിൽ ആദരവായ പ്രവാചകനോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട് സ്വലാത്തുകൾ അധികരിപ്പിക്കുവാനും പരിശുദ്ധമായ നമസ്കാരങ്ങൾ ചിട്ടവെച്ചുകൊണ്ട് ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് ആത്മീയമായ അന്തരീക്ഷത്തിലൂടെ ബാഫക്കി തങ്ങളുടെ തർബിയത്തിലൂടെ വിദ്യാഭ്യാസം നുകരാൻ നമ്മുടെ മക്കൾക്ക് സാധിച്ചില്ലയോ? ഇതേ പ്രായത്തിൽ തന്നെ പ്ലസ് ടുവിന് പഠിക്കുന്നതാകുന്ന എത്രയോ മക്കൾ കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? മോശമാകുന്ന സിനിമകൾ കണ്ടുകൊണ്ടും സീരിയൽ ദർശിച്ചുകൊണ്ടും ഹറാമാകുന്ന ഫനായും ഫസാദും കാതിലൂടെ കേട്ടുകൊണ്ട് നിലകൊള്ളുന്നവരല്ലയോ? ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളുടെ കാതിൽ ഹെഡ്സെറ്റ് ആണ് സദാസമയവും കേട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമാ പാട്ടുകളാണ്, സിനിമാ പാട്ടാണ്. ഖുർആനിക വചനം ഇന്ന് വരെ കേൾക്കാത്തതാകുന്ന കാതുകളാണ്. മലീമസമാകുന്ന കാതുകളായി മുസ്ലിം അംഗമാരുടെ കാതുകൾ മാറിയില്ലയോ? ബസ്സിൽ പോയാലും ട്രെയിനിലൂടെ യാത്ര ചെയ്താലും ഏത് കാർ എടുത്താലും ഏത് വാഹനം പുതുതായി വാങ്ങിയാലും അതിലെല്ലാം അശ്ലീല പാട്ടുകൾ, DJ പാട്ടുകൾ ഇട്ടുകൊണ്ട് മോശമാകുന്ന അന്തരീക്ഷത്തിലേക്ക് പുതിയ തലമുറ മാറ്റപ്പെട്ടില്ലയോ? ഖുർആൻ കേൾക്കാൻ തയ്യാറാവാത്ത മക്കളായി, ദിക്ർ ചൊല്ലാൻ തയ്യാറാവാത്ത മക്കളായി, ആദരവായ പ്രവാചകന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ തയ്യാറാത്ത മക്കളായി, മോശപ്പെട്ട സിനിമകൾ കാണാനും സീരിയൽ ദർശിക്കാനും സമയങ്ങളെ ചെലവഴിക്കുന്നവരല്ലയോ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ, അവൻ ഈ ബുദ്ധിയെ മറക്കുന്ന ലഹരി ഉൽപ്പന്നം കുടിക്കരുതേ, കഴിക്കരുതേ, ഭുജിക്കരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ഒരു മുഅ്മിൻ പോലും ഫലാ യശ്റബ് അലാ ഫലാ യഖൂദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖമറു, കല്ല് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് അവൻ പോകരുതേ, ഇരിക്കരുതേ, അവൻ അവിടെ പോയി സമയം ചെലവഴിക്കരുതേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വലിയ വലിയ ബാർ ഹോട്ടലിന്റെ ഷെയർ ചേർന്നിട്ടുള്ള മുതലാളിയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ബാർ ഹോട്ടലിൽ ഒന്ന് പോവാ. സാധേ ഞാൻ കള്ളു കുടിച്ചിട്ടൊന്നുമില്ല, ഞാൻ അവിടെ പോയി കുറച്ചേരം ഇരിക്കാൻ. കുറച്ച് കളികളുണ്ട്, ഞങ്ങളുടേതായ ചില കളികൾ ഞങ്ങൾ അവിടെ പോയി കളിച്ചിട്ടിങ്ങ് വരും. അല്ലാതെ ഞങ്ങൾ ആരും കള്ളു കുടിക്കലില്ല. അവിടെ പോയി ഇരിക്കരുത്. ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു, കള്ള് ഒഴിക്കപ്പെടുന്നതാകുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുക പോലും അരുത്. ഹബീബ് റസൂലുള്ളാഹി അവിടെ പോകാൻ പാടില്ല. ഇപ്പൊ ഇന്ന് യൂട്യൂബ് മാധ്യമം വഴി പലരും പല കള്ള് ഷാപ്പുകളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നല്ല കൊടംപുളി ഇട്ട് വരട്ടിയതാകുന്ന മീൻകറി, ആവോലിക്കറി ഇവിടെ കിട്ടും. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ഹാജിയാർ അവിടെ പോയിട്ട് പതുക്കെ നിസ്കാരം കഴിഞ്ഞ് അവിടെ പോയി ഷാപ്പിന്റെ ശരിയും കഴിച്ചു. ബിസ്മില്ലാഹ്, പറ്റൂല, പോകാൻ പാടില്ല. അതാണ് പറഞ്ഞത്. നല്ല കുരുമുളകിട്ട് വറ്റിച്ചതാകുന്ന പോത്തിൻ്റെതാകുന്ന കാല് അവിടെ കിട്ടും ബാർ ഹോട്ടലിൽ. അത് വാങ്ങാൻ വേണ്ടി ഹാജിയാര് പോവാ. നല്ല റാഹത്ത്, നല്ല സാധനം ഉസ്താദെ, സൂപ്പർ സാധനമാണ്. ഒരു സാധനം നീ അവിടെ പോകണ്ട. ഫലാ യശ്റബ് ഫലാ യഖഉദു അലാ മാഇദത്തിൻ യുശ്റബു ഫീഹൽ ഖംറു, കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്നതായ ഒരു ബാർ ഹോട്ടലിൽ, ഒരു ഷാപ്പിൽ നീ പോകരുത്. ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ 1400 കൊല്ലം മുമ്പ് നബി നമ്മുടെ നാട്ടിലേക്ക് നോക്കി പറഞ്ഞതുപോലെ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ കൗമെല്ലാം ഇപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് തപ്പിപ്പിടിക്കുന്നത്. എന്താ ഹാജിയാരെ, ഇവിടെ ബാറുണ്ടല്ലോ, ഇവിടെ സാധനം നമ്മൾ കള്ളു കുടിച്ചൊന്നുമില്ല. ഇവിടെ നല്ല കൊടംപുളി ഇട്ട് പുരട്ടിയ നല്ല സാധനമുണ്ട്. വേണം ഉസ്താദിന് 2 പാക്കറ്റ് വാങ്ങിച്ചു തരാം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് ഇന്നത്തെ തലമുറയിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ ശരിബൽ ഖമറ ബിന്നഹാർ ളല്ല മുശ്രികാ വമൻ ശരിബ ബില്ലൈൽ
ഇസ്മാഈൽ ബാത മുശ്രികാ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവനെ പകലിൽ ഇത് മോശമാകുന്ന ചുറ്റുപാടാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ലഹരിക്കടിമപ്പെടുന്നതാകുന്ന യുവാക്കളില്ലയോ, നേരം വെളുക്കുമ്പോൾ തന്നെ ബീവറേജിന്റെ മുന്നിൽ ബീവറേജ് തുറക്കുന്നതിന് മുമ്പ് ക്യൂ നിൽക്കുന്ന ആളുകളില്ലയോ, രാവിലെ തന്നെ 2 എണ്ണം അടിച്ചിട്ടില്ല എങ്കിൽ കൈ വിറയ്ക്കുന്നതായ എത്രയെത്ര ചെറുപ്പക്കാരാണ്, മുസ്ലിം സഹോദരങ്ങളാണ്, എത്രയോ മുസ്ലിം സഹോദരിമാരാണ് ഇന്നലത്തെ കെട്ടുവിട്ടിട്ടില്ല എന്നിട്ട് പോലും വീണ്ടും മദ്യപിക്കാൻ അതിനോട് ആസക്തിയുള്ളതായ ആളുകളില്ലയോ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആദരവായ പ്രവാചകൻ പറയുകയാണ്, മനുഷ്യരിബൽ ഖമറ ബിന്നഹാർ, പകലിൽ ലഹരി നുണയുന്നവരെ, മദ്യം കുടിക്കുന്നവരെ, വല്ല മുശ്രികാ, നീ അവിശ്വാസിയായിട്ടുണ്ട് എന്ന വസ്തുത അറിയാതെ പോകരുതേ. കാരണം മദ്യം നുകരുമ്പോൾ തന്നെ അവന്റെ ഈമാൻ ഉരപ്പെട്ടു പോയാണ്. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, സ്വഹാബാ, ആരൊരുവന് രാത്രിയിൽ മദ്യപിക്കുന്നവരുണ്ടോ, കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മദ്യപാനം തുടർച്ചയായി കൊണ്ട് നടക്കുന്നവരുണ്ടോ, മാരകമാകുന്ന MDMA ആകട്ടെ, LSD ആകട്ടെ, ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങളാകട്ടെ, ഏത് സാധനമായിരുന്നാലും രാത്രിയിൽ കൂട്ടുകാരും ഒന്നിച്ചിരുന്നു കൊണ്ട് കള്ള് കുടിക്കുന്നവരെ, ക്രിസ്മസിന്റെ രാവുകളിൽ, ന്യൂ ഇയറിന്റെ രാവുകളിൽ, ഓണത്തിന്റെ രാവുകളിൽ പല ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ്, വാപ്പ മരിച്ചതിന്റെ സങ്കടത്തിന്റെ മുഹൂർത്തമാണെന്ന പേര് പറഞ്ഞ്, ഉമ്മയുടെ അടിയന്തരമാണെന്നുള്ള പേര് പറഞ്ഞ് കള്ളു കുടിക്കാൻ വേണ്ടി തുനിയുന്നതായ ചെറുപ്പക്കാരാ സഹോദരാ, ഞായറാഴ്ച ദിവസമാണ്, ഇന്നാരുമില്ല, ഒരാളും കാണാനില്ലെന്ന് പറഞ്ഞ് റൂമിന്റെ അകത്തളങ്ങളിരുന്നു കൊണ്ട്, ഹോസ്റ്റൽ റൂമുകളിരുന്ന് കുപ്പി പൊട്ടിക്കുന്ന പെങ്ങളെ അല്ലാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം വേണേ. നീ മനസ്സിലാക്കണം, റസൂലുള്ള പറയുകയാണ്, വമൻ ശരിബൽ ഖമറ ബില്ലൈൽ, രാത്രിയിൽ ആരൊരു മദ്യപിക്കുന്നുണ്ടോ, ബാത മുശ്രികാ, നീ കടന്നു ഉറങ്ങുന്നത് അവിശ്വാസിയായിട്ടാ, ഈമാനില്ലാതെയാണ് പോകുന്നതെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകൻ പറഞ്ഞില്ലയോ, ലാ യസിനി സാനി ഹീന യസിനി വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖമറ ഹീന യശ്റബു വഹുവ മുഅ്മിൻ. പരിശുദ്ധ പ്രവാചകൻ പറയുകയാണ്, കള്ളു കുടിക്കുന്നവൻ, അവൻ കള്ളു കുടിക്കുന്ന സന്ദർഭത്തിൽ അവന് ഈമാനില്ല. ആദരവായ പ്രവാചകൻ പറയുകയാണ്, മൻശരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഖമീസ് തലവഴി ഊരി കാണിച്ചിട്ട് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഹകദാ, ഈ രീതിയിൽ ഇട്ടിരിക്കുന്നതായ നീളക്കുപ്പായം തലവഴി ഊരി കാണിച്ചിട്ട് മുത്തുനബി പറയുകയാണ്, സഹാബാ, ഞാൻ ഈ ഖമീസ് തലവഴി ഊരിയതുപോലെ കള്ളു കുടിക്കുന്നവന്റെ ഈമാൻ ഊരപ്പെട്ടു പോകുമേ സാബാ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, അല്ലാഹു നൽകിയിരിക്കുന്ന ഹിദായത്ത് എന്ന വെളിച്ചം അത് നീ കെടുത്തി കളയല്ലേ സഹോദരാ. കാസർഗോഡ് ജില്ലയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദരി, അല്ലാഹു നിനക്കൊരു ആത്മീയ പ്രഭ നൽകിയിട്ടുണ്ട്. നിന്റെ വാപ്പയും ഉമ്മയും സുന്നിയാണ്, ഇബാദത്തുകൾ കണിശത വെച്ചവരാണ്, നോമ്പുകൾ നോറ്റ് വീട്ടിയവരാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടിയവരാണ്, പാവങ്ങളുടെ കണ്ണിൽ
കണ്ണീരപ്പിയവരാണ്, നിരാലംബർക്ക് അവലംബമായവരാണ്, നിരാശർക്ക് ആശ്രയത്വം കൊടുത്തവരാണ്. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി അതായി പള്ളിയിൽ നിസ്കരിച്ച വാപ്പയാണ്. ബാങ്ക് വിളിക്കുമ്പോൾ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീട്ടിനകത്തളങ്ങളിൽ തന്നെ അവ്വല് വഖത്തിൽ നമസ്കാരം നിർവഹിച്ച ഉമ്മയാണ്. ആ മാതാവിനെയും പിതാവിനെയും പറയിപ്പിക്കുന്ന പ്രവർത്തനം നിന്നിലുണ്ടാവരുതേ. നിന്റെ മോശമാകുന്ന പ്രവണതയെ നീ മാറ്റണം. കള്ളുകുടിയെ നീ ഒഴിവാക്കണം. മോശപ്പെട്ട കൂട്ടുകാരെ നീ ഒഴിവാക്കണം. കാരണം ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാൻ ഒരു കൂട്ടുകാരനും കടന്നു വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരന് തുണയാവുകയില്ലത്രേ. ഈ ദുനിയാവിൽ നിനക്ക് കള്ള് വാങ്ങിച്ചു തന്നവനാണ്, ഈ ദുനിയാവിൽ നിനക്ക് സിഗരറ്റ് വാങ്ങിച്ചു തന്നവനാണ്, ഈ ദുനിയാവിൽ നിന്നെ ലഹരിയുടെ പാഠം പഠിപ്പിച്ചു തന്നവനാണ്. ഈ ദുനിയാവിൽ ഏത് നിലയ്ക്ക് കടയിൽ നിന്ന് വാങ്ങണം, എങ്ങനെയാണ് ബീവറേജിന്റെ മുന്നിൽ ക്യൂ നിൽക്കേണ്ടത്, എങ്ങനെയാണ് ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കേണ്ടത്, എവിടെ ഇരുന്നാണ് കുടിക്കേണ്ടത്, എങ്ങനെയാണ് അത് കുടിക്കേണ്ടത്, ഏത് രീതിയിലാണ് സിഗരറ്റ് പിടിക്കേണ്ടത്, എങ്ങനെയാണ് അത് വലിക്കേണ്ടത്, ഏത് രീതിയിൽ ഇരുത്തി വലിച്ചാലാണ് മൂക്കിലൂടെ പുക വിടാൻ സാധിക്കുക, ഏത് രീതിയിൽ ഇരുത്തി വലിച്ചാലാണ് അത് റൗണ്ട് ചെയ്തുകൊണ്ട് പുക പുറത്തേക്ക് വിടുക തുടങ്ങിയ നിന്നെ ആദ്യ ബാലപാഠം പഠിപ്പിച്ചവനില്ലയോ? ഒരാൾ പോലും നിനക്ക് മഹ്ശറയിൽ തുണ വരുകയില്ല. വലാ യസ്അലു ഹമീമുൻ ഹമീമാ. ഈ ദുനിയാവിൽ നിന്നെ തെറ്റുകളിലേക്ക് കൊണ്ടുപോയവർ, നിന്നെ സിനിമാ ടാക്കീസിലേക്ക് കൊണ്ടുപോയവർ, നിന്നെ തിയേറ്റർ പരിചയപ്പെടുത്തിയവർ, നിന്നെ വിചാരശാലകളിൽ കൊണ്ടുപോയവർ, നിന്നെ കേടാക്കി കളഞ്ഞതായ ഒരു വ്യക്തിയും പെങ്ങളെ സഹോദരാ, നാളെ ആഖിറത്തിൽ നിനക്ക് തുണ വരുകയില്ല. യുബസ്സറൂനഹും. നാളെ അവരെയെല്ലാം അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. നിന്നെ ഈ ദുനിയാവിൽ വഴിപിഴച്ചതായ ആളുകളെ, വഴിപിഴപ്പിച്ചവരെ നാളെ ആഖിറത്ത് കാണിച്ചു തരുമത്രേ. യവത്തുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. ആഖിറത്തിലേക്ക് എത്തുമ്പോൾ പടച്ച റബ്ബിന്റെ ദർബാറിൽ വെച്ച് കത്തിച്ചൊലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ വിചാരണ ചെയ്യുമ്പോ ഓരോരുത്തരും കൊതിക്കുകയാണ്, അല്ലാ എനിക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ പവിത്രമാക്കപ്പെട്ടതായ അമലുകൾ കുറഞ്ഞു പോയല്ലോ അല്ലാ. നമസ്കാരങ്ങൾ ഇല്ലാത്തവനായി, നോമ്പുകൾ ഇല്ലാത്തവനായി, സകാത്തുകൾ വീട്ടാത്തവനായി, ഹജ്ജ് ചെയ്യാത്തവനായി, ഉംറ നിർവഹിക്കാത്തവനായി, പാപങ്ങളുടെ മുഴുവനും പാപഭാണ്ഡമേറിയവനായി പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തിക്കുമ്പോ കത്തിച്ചൊലിക്കുന്ന സൂര്യനെയും കത്തിച്ചൊലിക്കുന്ന നരകത്തെയും കണ്ടുകൊണ്ട്, നേർക്ക് നേരെ കണ്ടുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ വ്യാപൃതനായവന് പറയുമത്രേ, ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ നരകത്തിലേക്ക് എന്നെ നീ വലിച്ചെറിയരുത് അല്ലാ. കള്ളു കുടിക്കുന്നവർക്ക് വേണ്ടി പടച്ച റബ്ബ് സമ്മാനിക്കുന്ന നരകം, ആ നരകത്തെ നേർക്ക് നേരെ കണ്ടുകൊണ്ട് അവൻ ആഖിറത്തിൽ വെച്ചുകൊണ്ട് വിലപിക്കുകയാ, അല്ലാഹുവേ ഈ നരകത്തിലേക്ക് എന്നെ എറിയരുത് അല്ലാ. എന്റെ മകനെ നിനക്ക് നൽകാം അല്ലാ. വസാഹിബതിഹി വഅഖീ. എന്റെ ഭാര്യയെ നിനക്ക് നൽകാം അല്ലാ. ഇന്നലെ വരെ എന്നോടൊപ്പം തൊട്ടുരുമി അടക്കം പറഞ്ഞ് കടന്നിരുന്ന, ചുടുചുംബനങ്ങൾ കൊടുത്ത് കടന്നിരുന്ന പ്രിയപ്പെട്ട ഭാര്യയെ ഇന്ന് നരകത്തിലെറിയാൻ നൽകാം അല്ലാ. ഈ നരകത്തിന്റെ തീജ്വാലയിൽ എന്നെ നീ പ്രവേശിപ്പിക്കരുത് അല്ലാ. ആരെ വേണമെങ്കിലും നരകത്തിലിടാൻ നൽകാം, എന്റെ ഭാര്യയെ നൽകാം, ഞാൻ ജന്മം നൽകിയ മകനെ നിനക്ക് നൽകാം അല്ലാ. വാഹീ, എന്റെ കൂടപ്പിറപ്പിനെ നൽകാം അല്ലാ. വഫസീലതിഹി അല്ലതി തുവീ.
എന്റെ മാതാവിനെയും പിതാവിനെയും നിനക്ക് നൽകാം അല്ലാ. എന്റെ വാപ്പയെ നരകത്തിലേക്ക് എറിഞ്ഞോ റബ്ബേ, എനിക്ക് ജന്മം നൽകിയ മാതാവിനെ എറിഞ്ഞോ അല്ലാ. എന്നാലും നരകത്തിലേക്ക് എന്നെ നീ ഇടരുത് റബ്ബേ. നരകകുണ്ടാരത്തെ നേരിട്ട് കാണുമ്പോ നാളെ മഹ്ശറയിൽ വെച്ചുകൊണ്ട് തെമ്മാടികൾ പറയുന്ന വചനമാണ്, ആഖിറത്തിൽ വെച്ചുകൊണ്ട് പറയുന്ന വചനമാണ്, പരലോകത്ത് വെച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. എന്റെ ഭാര്യയെ നൽകാം, എന്റെ മകനെ നൽകാം, എന്റെ മാതാപിതാക്കളെ നൽകാം, ആര് വേണമെങ്കിലും നൽകാമല്ല. വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജി. ലോകത്ത് ആരെ വേണമെങ്കിലും നീ ചോദിച്ചോ റബ്ബേ, ആരെ വേണമെങ്കിലും നിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരാമല്ല. എന്നെയൊന്ന് രക്ഷിക്കണേ അല്ലാ. നാളെ ആഖിറത്തിൽ പടച്ച റബ്ബിന്റെ ദർബാറിൽ ഈ ദുനിയാവിൽ കള്ളു കുടിച്ചുകൊണ്ട് മോശമായ പ്രവണതകളുമായി നിലകൊള്ളുന്നവർ പറയുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ അവനോട് പറയുകയാണ്, കല്ലാ, വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലവാ. ആ കാണുന്നത് ലവ എന്ന് പറയുന്ന നരകമാണ്. ദുനിയാവിൽ 60-70 വയസ്സ് ഞാൻ നിനക്ക് നൽകിയില്ലയോ? ആ പ്രായത്തിൽ ഒരുപാട് വാളുകൾ നീ കേട്ടതല്ലയോ? ലഹരി നുണയരുതെന്നുള്ള വചനങ്ങൾ നീ ഓതി കേട്ടതല്ലയോ? മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് പോകരുത് എന്ന് നിനക്കറിയാമായിരുന്നല്ലോ. നീ മദ്രസയിലൂടെ പഠിച്ചവനല്ലയോ? നീ പള്ളികളിൽ ദറസിലൂടെ പഠിച്ചവനല്ലയോ? ആലിമീങ്ങളുടെ പ്രഭാഷണങ്ങൾ ഒരു കാതിലൂടെ കേട്ടുകൊണ്ട് മറു കാതിലൂടെ കടത്തിവിട്ടവനല്ലയോ? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. 60-70 വയസ്സ് വരെ നിനക്ക് നാം നൽകിയില്ലയോ? ഒരുപാട് മുന്നറിയിപ്പ് നൽകുന്ന പ്രവാചകരെ നിന്റെ നാട്ടിലേക്ക് നാം നിയോഗിച്ചില്ലയോ? എന്നിട്ടും എന്തേ നീ തെറ്റിലേക്ക് പോയത്? എന്നിട്ടെന്തേ നീ കള്ളു കുടിച്ചത്? എന്നിട്ടെന്തേ നീ ലഹരി നുണഞ്ഞത്? എന്നിട്ടെന്തേ നീ മോശമാകുന്ന പ്രവണതയുമായി നിലകൊണ്ടത്? അതുകൊണ്ട് ഇനി നിനക്കൊരു മടക്കമില്ല. ആ കാണുന്നത് ലവാ എന്ന് പറയുന്ന നരകമാണ്. ആ നരകമാണ് നിന്റെ അഭയകേന്ദ്രം. ആ നരകത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? നിന്റെ തലയുടെ മൂർധാവിനെ കരിച്ച കളയുന്ന ചുട്ടെടുക്കുന്നതായ നരകമാണ് ലവാ എന്ന നരകമെന്ന് വിശുദ്ധമായ ഖുർആൻ. പാതിരാത്രി സമയത്ത് വൈകുന്നേര സമയമാകുമ്പോ ചെറുപ്പക്കാരാ സുന്ദരമാകുന്ന അറേബ്യൻ ഹോട്ടലുകളിൽ പോയി സുഭിക്ഷമാകുന്ന ആഹാര പാനീയങ്ങൾ കഴിക്കാൻ പോകുന്നവരെ, ആ കടയിൽ എഴുതി വെച്ചിട്ടുണ്ട് ശവായ. ഈ ശവായ എന്ന പേര് എവിടെ നിന്നാണ് വന്നത്? പഠിച്ചു വെക്കണേ. നരകത്തെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് നിന്നാണ്. നിന്റെ തലച്ചോറിനെ, നിന്റെ മൂർധാവിനെ അല്ലാഹു ചുട്ടെടുക്കുമേ ലവാ എന്ന് പറയുന്ന നരകത്തിലൂടെ എന്ന് വിശുദ്ധമായ ഖുർആൻ. തദ്ഉ മൻ അദ്ബറ വതവല്ല. ആ നരകത്തിൽ നിന്ന് പിറകോട്ട് മാടി ഒലിക്കുന്നവരെ, നരകത്തെ കണ്ടുകൊണ്ട് രക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകോട്ടോടുന്നവരെ ആ നരകം വീണ്ടും വീണ്ടും അടുത്തേക്ക് വിളിക്കുകയാണ്. നരകം അവരെ വിഴുങ്ങുകയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കേണ്ട പാഠമാണ്, പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് കൂട്ടുകാരായി നിലകൊണ്ട ഒരൊറ്റ വ്യക്തിയും ആൾ ആഖിറത്തിൽ നിനക്ക് രക്ഷ വരൂല. മനസ്സിലായിക്കോ? അതുകൊണ്ടാണ് നല്ല കൂട്ടുകെട്ടിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നത്. ഇത് നിനക്ക് കള്ളു വാങ്ങിച്ചു തരാനും നിന്നെ ബാംഗ്ലൂരിലോ മറ്റു ബാംഗ്ലൂരിലൊക്കെ കൊണ്ടുപോയി പെണ്ണും പെടക്കോഴിയൊക്കെ പരിചയപ്പെടുത്താനും പറ്റുന്ന മോശമായ കൂട്ടുകാരനാണെങ്കിൽ അവൻ നിന്നെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകില്ല. ബാങ്ക് വിളിക്കുമ്പോൾ വാ നമുക്ക് കാമത്തിനു മുമ്പ് പള്ളിയിൽ എത്തണമെന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് വാ കയറുന്നില്ലേ എന്ന് ചോദിച്ച് 2 റക്അത്ത് നിന്നെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന ജുമുഅ ജമാഅത്തുകൾക്ക് നിന്നോടൊപ്പം ശ്രദ്ധ ചെലുത്തുന്ന കൂട്ടുകാരനുണ്ടോ? അവനാണ് സ്വാലിഹായ കൂട്ടുകാരൻ. അവനെ നേടിയെടുക്കലാണ് ഈ ദുനിയാവിൽ രക്ഷ.
അങ്ങനെയുള്ളതാകുന്ന രണ്ട് കൂട്ടുകാര് തമ്മിലുണ്ട് എങ്കിൽ തീർച്ചയായും അവർ നാളെ സ്വർഗത്തിലാണ്. റജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമാ അലൈഹി വതഫറഖ അലൈഹി. അള്ളാഹുവിന്റെ വിഷയത്തിൽ ഇഷ്ടപ്പെടുകയും റബ്ബിന്റെ വിഷയത്തിൽ വേർപിരിയാൻ ആഗ്രഹിച്ച് നിലകൊള്ളുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളായ രണ്ട് പേരുണ്ടെങ്കിൽ അവർ തീർച്ചയായും സ്വർഗമാണ്, അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. നമുക്കുണ്ടോ അങ്ങനെയുള്ള കൂട്ടുകാർ? ചിന്തിക്കണം. നമ്മുടെ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണോ നമ്മുടെ മക്കളുടെ കൂട്ടുകാരാതിരിക്കാണോ? അതല്ല പന്ത് കളിക്കാനും സിനിമ കാണാനും സീരിയൽ ദർശിക്കാനും മോശമാകുന്ന ചുറ്റുവട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന കൂട്ടുകാരാണോ കൂട്ടുകാരികളാണോ? വല്ലാഹി ആഖിറത്തിൽ രക്ഷപ്പെടൂല, ആഖിറത്തിൽ രക്ഷ ഉണ്ടാവൂല. എന്തുകൊണ്ട്? സാലിഹായ കൂട്ടുകാരനല്ല നമ്മുടെ പ്രിയപ്പെട്ട മകനുമായിട്ട് ചങ്ങാത്തമുള്ളത്. മക്കള് സാലിഹാവുക എന്നുള്ളതല്ലേ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ലക്ഷ്യം, അല്ലേ? നമ്മൾ സാലിഹാവണം, മക്കള് സാലിഹാവണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിനുവേണ്ടിയാണ് ദുആ ചെയ്തത്. കുട്ടിയില്ലാതെ വിഷമിച്ചു. ഇബ്രാഹിം നബിയുടെ ദുആ എന്താ? റബ്ബി ഹബിലി മിനസ് സാലിഹീൻ. അല്ലാഹുവേ, പടച്ച റബ്ബേ, എനിക്ക് നൽകുകയാണ് എങ്കിൽ സാലിഹായ മകനെ നൽകണേ അല്ലാഹ്. അല്ലെങ്കിൽ പ്രയോജനമില്ല. കുറെ മക്കളുണ്ടായിട്ട് കാര്യമില്ല. മക്കള് സാലിഹാകണം, എങ്കിലേ രക്ഷയുള്ളൂ. അത് ആണായാലും പെണ്ണായാലും. ഒരു പെണ്ണ് മതി ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും വഴി തെളിക്കാൻ. ഒരൊറ്റ പെണ്ണ് മതി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ജുമയ്ക്ക് അവിടെ എത്തും എല്ലാ ആഴ്ചയും. 2 ആഴ്ച മുമ്പും ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ നിന്നൊരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഒരു 8 കൊല്ലം മുമ്പ് ഞാൻ 5 വർഷം അവിടെ സേവനം ചെയ്തതാണ് ആലപ്പുഴ ജില്ലയിലെ ടൗണിൽ. ആ ഒരു പരിചയത്തിന്റെ പുറത്തൊരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, മകളെ ഞാൻ MBBS പഠിപ്പിച്ചു, അൽഹംദുലില്ലാ, വലിയ സന്തോഷം. അവള് തീരാറായി ഈ വർഷം. അപ്പൊ ദുആ ചെയ്യണമെന്ന അർത്ഥത്തിൽ വന്നതായിരിക്കുമെന്ന് കരുതി. അപ്പൊ വഅദ് ബുക്കിങ്ങിന്റെ അഹ്ലുകാരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ടില്ല. റൂമിന്റെ വെളിയിൽ വീണ്ടും നിൽക്കാൻ. ചോദിച്ചു, നിങ്ങൾ പോയില്ലേ? ഇല്ല, പോയില്ല, ഒരു കാര്യം പറയാനുണ്ട്, അതിന് വന്നതാണ്. ഈ മകളിപ്പോ ലാസ്റ്റ് ഇയർ ആയപ്പോൾ വീട്ടിൽ വന്ന് കഴിഞ്ഞ ദിവസം തുറന്നൊരു പറച്ചിൽ നടത്തി. മറ്റൊന്നുമല്ല, എന്റേതാകുന്ന മകൾക്ക് അന്യമതത്തിൽപ്പെട്ട ഒരു ഹൈന്ദവ സഹോദരനുമായി പ്രണയമാണ്. അവൻ ഇവളുമായിട്ട് തന്നെ ജീവിക്കുള്ളൂ എന്ന് കണിശമായി പറഞ്ഞിരിക്കാൻ. എന്റെ മകൾ എന്റെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടതാകുന്ന കാമുകനാകുന്ന ഇന്ന ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിപ്പിച്ച് അയച്ചില്ല എങ്കിൽ ഞങ്ങൾ എന്തായാലും അവൻ്റെ കൂടെ ഒപ്പം ജീവിക്കും, ഞാൻ എന്തായാലും ഇറങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കാം. നോക്കൂ നിങ്ങൾ, 10-25 വയസ്സുള്ളതാകുന്ന മകളുടെ വർത്തമാനം വാപ്പയുടെയും ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് MBBS പഠിപ്പിച്ച പിതാവ്, അദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ വിഷമമുണ്ടോ? ആകെ ഒറ്റ മോളുള്ളൂ. എന്താണ്, എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞതാണ്, ഒരു മകള് മതി കുടുംബത്തിലെ എല്ലാ മനസ്സമാധാനവും നഷ്ടപ്പെടുത്താൻ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതുകൊണ്ട് തന്നെ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. നിസ്സാര വിഷയമല്ല. ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും ചില ആളുകൾ നിങ്ങൾക്ക് നാശമായി വന്നേക്കാം. ഖുർആൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഖുർആൻ പറഞ്ഞാൽ നിങ്ങളുടെ ശത്രുക്കളാകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലയോ ഈമാനുള്ള സത്യവിശ്വാസികളെ, വാട്സാപ്പ് ഇല്ലാത്ത, ഫേസ്ബുക്ക് ഇല്ലാത്ത, ഇൻസ്റ്റഗ്രാം എന്തെന്നറിയാത്ത പാവപ്പെട്ട ഈമാനിൻ്റെതായ തുടിപ്പുള്ള വാപ്പ ഉമ്മ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ചില ഇണകളും ചില മക്കളും നിങ്ങളുടെ ശത്രുക്കളാകാമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇന്ന മിൻ അസ്വാജികും വഔലാദികും. നിങ്ങളുടെ ചില ഇണകളും ചില മക്കളും നിങ്ങളുടെ ശത്രുക്കളാകാം. എല്ലാവരും അല്ല, ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ.
മക്കൾ എത്ര മണിക്കാണ് സ്കൂളിൽ പോകുന്നത്, മക്കൾ എവിടെയാണ് വിദ്യാഭ്യാസം നുകരുന്നത്, എത്ര മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്, എത്ര മണിക്കത് കഴിയും, എത്ര മണിക്ക് ട്യൂഷൻ അവൾ കയറും, എത്ര മണിക്ക് അവിടുന്ന് അവൾ ഒഴിവാകും, മദ്രസയിൽ പഠിക്കുന്ന മകളാണെങ്കിൽ എത്ര മണിക്കാണ് മദ്രസയിലെ ക്ലാസ്, സ്കൂളില്ലാത്തപ്പോൾ മദ്രസയിലെ ക്ലാസ് എത്ര മണിക്ക്, അല്ലാത്തപ്പോൾ എത്ര മണിക്ക്, എത്ര മണിക്കാണ് അവിടുന്ന് വിടുന്നത്, എത്ര മണിക്ക് വീട്ടിലെത്തും, ഇതൊക്കെ വാപ്പ ഉമ്മ ശ്രദ്ധിച്ചിരിക്കണം. അല്ലാതെ 5-8 മക്കളുണ്ട്, അവരവരുടെ വഴിക്ക് വിടുക, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് ഇന്ന് കാലഘട്ടം വളരെ മോശമാണ്. 1500 കോടി രൂപയുടേതാകുന്ന ലഹരിയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചത് കൊച്ചിയിൽ നിന്ന്. ഏറ്റവും അധികം ലഹരി കച്ചവടം നടക്കപ്പെടുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ നാട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അത് നേരത്തെ സൂചിപ്പിച്ചത് 100-ൽ 46% വിദ്യാർത്ഥികളും എന്തിനഡിക്റ്റാണ്? ലഹരിക്കടിമപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏത് കേസും എടുത്തു നോക്ക്, അതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്നത് ആ മനുഷ്യൻ ലഹരിക്കടിമപ്പെട്ട വ്യക്തിയായിരിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10 പേരെ മദ്യത്തിന്റെ വിഷയത്തിൽ ശപിച്ചുവത്രേ. ജീവിതത്തിൽ ഒരാളെ പോലും ശപിക്കാത്ത, ഒരു ചീത്ത പോലും വിളിക്കാത്ത, ഒരാളെ കുറിച്ചും അപവാദം പറയാത്ത, ഒരാളെ കുറിച്ചും ഫനായും ഫസാദിലും ഏർപ്പെടാത്ത, തന്റെ നാവ് കൊണ്ട് കളവ് പോയിട്ട് തന്റെ ഹൃദയം കൊണ്ട് കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത, ജീവിതത്തിൽ ഒരാളെയും വേദനിപ്പിക്കാത്ത, മോശമാകുന്ന ഒരു കമന്റ് പോലും പാസാക്കാത്ത ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് 10 പേരെ ശപിച്ചുവത്രേ. എത്ര പേരെ ശപിച്ചു നബി തങ്ങൾ? 10 പേരെ ശപിച്ചിട്ടുണ്ട്. പഠിക്കണം ഇത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ ഖംരി അശറത. മദ്യത്തിന്റെ വിഷയത്തിൽ, ലഹരിയുടെ വിഷയത്തിൽ 10 പേരെ നബി തങ്ങൾ ശപിച്ചുവത്രേ. പഠിച്ചു വെക്കണേ. ആസിറഹാ വമുഅ്തസിറഹാ വശാരിബഹാ വഹാമിലഹാ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹാ വബായിഹാ വആകില സമനിഹാ വൽമുസ്തരിയ ലഹാ വൽമുസ്തറാത ലഹു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആദരവായ പ്രവാചകന് ഞാൻ 10 വർഷം സേവനം ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ഖിദ്മത്തെടുക്കാൻ സൗഭാഗ്യം കിട്ടിയ കുട്ടിയാണ് ഞാൻ. ഇന്ന് വരെ എന്നോട് വരെ പ്രവാചകൻ ഒരു വാക്ക് പോലും മോശമായി പറഞ്ഞിട്ടില്ല. എന്തിനാണ് മോനെ അനസേ നീ അത് ചെയ്തത് എന്ന് നബി തങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. എന്തുകൊണ്ട് നീ അത് ചെയ്തു എന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ചോദിച്ചിട്ടില്ല. അത്രമാത്രം സൽസ്വഭാവത്തിന്റെ ഉടമയായ, കാരുണ്യത്തിന്റെ നേതാവായ ഹബീബായ നബി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവുകൊണ്ട് 10 പേരെ ശപിക്കുകയാണ്. കാരണം അവർ ശപിക്കപ്പെടേണ്ടതായ അഹ്ലുകാരാണ്. ആദരവായ പ്രവാചകൻ ശപിച്ചത് ഒന്നാമതായിട്ട് ആരെയാണ്? ആസിറ. അത് വാറ്റുന്നവനെയാണ്. മദ്യമാക്കാൻ പരിശ്രമിക്കുന്നവരെ, ഈന്തപ്പനകളെയും മുന്തിരികളെയും അതിനു വേണ്ടി മാറ്റിമറിക്കുന്നവരെ, അത് വാറ്റുന്നവനെ റസൂലുള്ള ശപിച്ചു എന്ന വിവരം അറിയണേ. അത് വാറ്റാൻ വേണ്ടി നിർദ്ദേശിച്ചവനെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. അത് വഹിച്ചു കൊണ്ടുവരുന്നതായ ഡ്രൈവർ, ഉസ്താദേ ഞാൻ ഇന്ന് വരെ കള്ളു കുടിച്ചിട്ടില്ല, ബാർ ഹോട്ടലിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ, അതിന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. പൊന്നുമോനെ നീ ചെയ്യുന്ന പണി ഏറ്റവും നീചമാണ്. കാരണം റസൂലുള്ള നിന്നെ ശപിച്ചിരിക്കുകയാണ്. ആ കള്ളിനെ അല്ലെങ്കിൽ ലഹരിയെ വഹിച്ചുകൊണ്ട് നടക്കുന്നവനെ റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. വൽ മഹ്മൂലതൈല
ആർക്ക് വേണ്ടിയാണ് വഹിച്ചത് അവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല ബാർ ഹോട്ടലുകളെ ടൈ കെട്ടിക്കൊണ്ട് 25,000-നുമൊക്കെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരെ, ഉസ്താദേ ഞാൻ കള്ളു ഒഴിച്ചിട്ടേ ഉള്ളൂ, ഒഴിച്ചു കൊടുത്തിട്ടേയുള്ളൂ, ഇന്ന് വരെ ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയുന്നവരെ, അത് ഒഴിച്ചു കൊടുക്കലും തെറ്റാണ്. വസാഖിയ കള്ളു ഒഴിച്ചു കൊടുക്കലും തെറ്റാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് അത് ഒഴിച്ചു കൊടുക്കുന്നവനെ മാത്രമല്ല അത് കുടിക്കുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അത് വിൽപ്പന നടത്തുന്നവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. തീർന്നില്ല അത് കച്ചവടം ചെയ്തിട്ട് അതിൻ്റെതാകുന്ന പൈസ കൊണ്ട് സമ്പത്ത് കൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഭുജിക്കുന്നവരെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാണ്. വലിയ വലിയ ബാർ ഹോട്ടലുകളിൽ കൂട്ടുകാരും ഒന്നിച്ച് ഷെയർ ചേർന്നുകൊണ്ട് ബിസിനസ് നടത്തുന്ന മുതലാളിമാർ മുസ്ലിം സഹോദരങ്ങളിൽ നിന്ന് ധാരാളം കാണപ്പെടുകയാണ്. നഊദു ബില്ലാഹ്. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. റസൂലുള്ളാഹി ശപിച്ച വിഭാഗമാണ്. തീർന്നില്ല വൽ മുസ്തരിയ ലഹാ. ആർക്ക് വേണ്ടിയാണോ ഈ സാധനം വാങ്ങുന്നത്? കച്ചവടം ചെയ്യുന്ന സാധനങ്ങൾ കടയിൽ പോയി ക്യൂ നിന്നുകൊണ്ട് വാങ്ങുന്നതാകുന്ന വ്യക്തികളെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. ചിലർ പറയാറുണ്ട്, ഉസ്താദേ ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല, ഞാൻ സാധനം വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തതേയുള്ളൂ. നീ ചെയ്യുന്ന നീചകൃത്യമാണ്, ഏറ്റവും വലിയ പാതകമാണ്. കൂട്ടുകാരുടെ ബർത്ത്ഡേ വരുമ്പോ, കൂട്ടുകാരികളുടെ സന്തോഷ സുദിനം വരുമ്പോ, വാപ്പ മരിച്ചതിന്റെ ദിനം വരുമ്പോ, ഉമ്മ മരിച്ചതിന്റെ സങ്കടത്തിന്റെ രാവ് പറഞ്ഞുകൊണ്ട് കൂട്ടുകാര് വിഷമം പറയുമ്പോ ബൈക്ക് എടുത്തുകൊണ്ട് ബീവറേജിന്റെ മുന്നിൽ പോയി ക്യൂ നിന്നിട്ടോ അല്ലെങ്കിൽ ആപ്പ് മുഖേനയോ നീയാണ് വാങ്ങിച്ചു കൊടുത്തതെങ്കിൽ കൂടി നീ കുടിച്ചിട്ടില്ലെങ്കിലും നിന്നെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി. ചില പ്രവാസികൾക്ക് മോശമാകുന്ന ഒരു പ്രവണതയുണ്ട്. നാട്ടിലേക്ക് വരുമ്പോ ഗൾഫിൽ നിന്ന് കുപ്പി കൊണ്ടുവരുന്ന പ്രവണതയുണ്ട്. കൂട്ടുകാർക്ക് കൊണ്ടുപോയി സമ്മാനിക്കുകയാണ്, അവരെ സന്തോഷിപ്പിക്കുകയാണ്. ഞാൻ കുടിക്കില്ല ഉസ്താദേ, ഞാൻ സുന്നിയാണ്, ഞാൻ സമസ്തക്കാരനാണ്. പൊന്നുമോനെ, നീ ചെയ്യുന്നത് നീചവൃത്തിയാണ്. നീ കൊണ്ടുവരുന്ന കുപ്പി അത് നീ കുടിച്ചില്ലെങ്കിലും നീയല്ലേ വാങ്ങിച്ചു കൊണ്ടുവന്നത്. നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുകയാണ്. വൽ മുസ്തറാത ലഹു. അവസാനമായി 10ാമതായി നബി തങ്ങൾ എണ്ണുന്നു, ആർക്ക് വേണ്ടിയാണോ വാങ്ങുന്നത്? പൈസ കൊടുത്തിട്ട് കൂട്ടുകാരനെ പറഞ്ഞു വിടുന്ന മുതലാളിയെ നിന്നെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുന്നു എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു.